Hello everyone, welcome back to my YouTube channel. So another ഒരു ലോങ് വീഡിയോയാണ്. മര്യാദക്കെടുക്കാനൊന്നും അറിയാൻ പാടില്ല. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഞാൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടാണ്. കാര്യം എനിക്ക് നാണോണ് ഇങ്ങനെ പൊക്കി പിടിച്ചെന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാൻ. സോ മാക്സിമം ഞാനത് കണ്ടിന്യൂ ചെയ്യാൻ നോക്കും. കാര്യം ചെയ്യണമല്ലോ അല്ലേ, എപ്പോഴും ഷോർട്സ് ഇട്ടുണ്ടെന്ന് മാത്രം കാര്യമില്ലല്ലോ. സോ ഇതാണ് എൻ്റെ സിസ്റ്റർ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് എങ്ങോട്ടാണ്? സോ ഞങ്ങൾ ചേർത്തല പോകുന്നത് ഞങ്ങളുടെ ചേച്ചിയും ചേച്ചിയുടെ കുഞ്ഞാവേയും ചേട്ടനെയും അവരുടെ ഫാമിലിനെ മീറ്റ് ചെയ്യാനാണ്. കുഞ്ഞാവേൻ ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ആൻഡ് ഷീ ഈസ് സോ പ്രഷ്യസ് ഫോർ അസ്. ചേച്ചിയും ചേട്ടനും ഓൾസോ. പക്ഷെ കുഞ്ഞാവ ഈസ് ഞങ്ങൾ ആഗ്രഹിച്ചൊരു ഗേൾ ബേബി ആണെന്ന് ആഗ്രഹിച്ച് കിട്ടിയൊരു വാവയാണ്. സോ ആളെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. മാക്സിമം പോകുന്ന എല്ലാം ഞാൻ കവർ ചെയ്യും. അപ്പം നമുക്ക് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചു. കുഞ്ഞാവയ്ക്ക് നമ്മൾ ഓൾറെഡി സാധനങ്ങൾ വാങ്ങുന്നത് എൻ്റെ ക്രിസ്മസ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ഹബിലെത്തി. ഹബിൽ നിന്ന് കുറച്ചേരം നിന്നോളൂ. അപ്പോൾ തന്നെ നമുക്ക് ആലപ്പുഴ ഫാസ്റ്റ് പാസഞ്ചർ കിട്ടിയായിരുന്നു. നേരെ അത് കയറി. ഞങ്ങൾ രണ്ടുപേരും വിൻഡോ സീറ്റിൻ്റെ ആൾക്കാരായതുകൊണ്ട് തന്നെ ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ആയിരുന്നു. പിന്നെ എനിക്ക് സന്തോഷം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ആരും ഇല്ലായിരുന്നു. എനിക്കത് ഭയങ്കര സമാധാനമായിരുന്നു. ഞാൻ പയ്യെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്നു. പിന്നെ നമ്മൾ ആലപ്പുഴ അങ്ങോട്ടൊക്കെ പോകുമ്പോഴേക്കും ഈ പൊടിയല്ലേ നമ്മുടെ മറ്റേ ചേർത്തല അരൂർ ഭാഗത്തൊക്കെ ഈ മറ്റേ പാലം പണി വന്നുകൊണ്ട് ഫുൾ പൊടി ആയതുകൊണ്ട് തന്നെ ഞാൻ മാസ്ക് ഒക്കെ വെച്ചിരുന്നത്. നമുക്ക് പോകേണ്ടത് ചേർത്തലയിലാണ്. ചേട്ടൻ്റെ വീട് ചേർത്തലയിലാണ്. ചേച്ചി അവിടെയാണ്. മോർണിംഗ് ഒരു 11-11:30 ടൈമിൽ ഇറങ്ങിയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തി കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എത്തുമ്പോൾ ചേട്ടനെ വിളിക്കണം എന്ന് പറഞ്ഞായിരുന്നു. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടൻ പെട്ടെന്ന് തന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നു. നമ്മളപ്പോൾ എന്താ വെറുതെ വായി നോക്കി നിൽക്കുന്ന സമയത്ത് ഞാൻ എടുത്തു വെച്ച ഒരു വീഡിയോയാണ്. അപ്പോഴേക്കും തന്നെ ചേട്ടനെത്തിയതിന് ശേഷം നമ്മൾ വേഗം തന്നെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. വീടാണേലും തൊട്ടടുത്ത് തന്നെ കേട്ടോ നമ്മുടെ. അപ്പം അവിടെ ചെന്നു. ചേച്ചീനെയും വാവിനെയും കണ്ടു. സന്തോഷം. ചേച്ചി എൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എൻ്റെ മാത്രമല്ല, എൻ്റെ അനിയത്തിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും ചേച്ചിയും ചേച്ചിയുടെ ഫാമിലിയാണ് കുഞ്ഞിലെ മുതലേ ഞങ്ങളെ നോക്കിയിട്ടുള്ളത്. അപ്പോൾ ചേച്ചി ആരാന്ന് വെച്ചാൽ എൻ്റെ നെയ്ബറാണ്. ബന്ധു ആണാന്ന് വെച്ചാൽ ഒരു അകന്ന ബന്ധുണ്ട്. പക്ഷെ ആ നെയ്ബർഹുഡിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ ഈ കാണുന്ന കളിപ്പാട്ടില്ലേ, അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. ന്യൂ ബോൺ ആണ്, എന്നാലും എനിക്ക് സമാധാനമില്ല. എന്തെങ്കിലുമൊക്കെ ഞാൻ എല്ലാവർക്കും ഇങ്ങനെ സോഫ്റ്റ് ടോയ് വാങ്ങി കൊടുക്കാം. പിന്നെ ആൻറ്റി അപ്പോഴേക്കും ലഞ്ചിന് വിളിച്ചു. വന്നപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തിട്ടാ. പക്ഷെ എടുത്തത് തലതിരിഞ്ഞു പോയി. അപ്പോൾ നല്ല കിടിലൻ ലഞ്ചായിരുന്നു. ചേട്ടൻ്റെ അമ്മ നല്ല അടിപൊളിയായിട്ട് ഫിഷ് കറിയും ഫിഷ് ഫ്രൈ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആൻറ്റി അടുത്ത് റെസിപ്പിയൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ദേടാ പറഞ്ഞ ഞങ്ങളുടെ രാജാവ്. ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. ഇവൻ അടിപൊളിയാട്ടോ. ഇവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൾ അംഗനവാടിയിൽ നിന്ന് വന്നതിൻ്റെ ഹാങ് ഓവറിലാണ് ആദ്യം നമ്മളെ മൈൻഡ് ചെയ്യാണ്ട് പോയത്. പിന്നെ ആൾ നമ്മളോട് സെറ്റായി. ഞങ്ങളായിട്ട് നല്ല കമ്പനിയാണ്. എസ്പെഷ്യലി എൻ്റെ അനിയത്തിയായിട്ട് എൻ്റെ അടുത്ത് വർത്താനോ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷെ അവൻ അപ്പം തന്നെ കുഞ്ഞു ചേച്ചി എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് പോകും. ഇപ്പം നിങ്ങൾ നോക്കിക്കോട്ടാ, ഞാൻ അവനോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഉത്തരം കൊടുക്കണ ആർക്കാ നോക്ക്? എൻ്റെ അനിയത്തിക്ക്. എങ്ങനെയുണ്ട്? ഞാനപ്പോൾ ആരാ? ഞാൻ പൊട്ടനാണാ? അത് കഴിഞ്ഞപ്പോഴേക്ക് ചേച്ചി കുഞ്ഞാവേനെ തന്നിട്ടോ. അവൾ നല്ല കരച്ചിലായിരുന്നു. കാര്യം അവൾ എഴുന്നേറ്റ് പാൽ കുടിക്കാൻ വേണ്ടി ഇരിക്കണമായിരുന്നു. അപ്പോഴാണ് ഞാൻ അവളെ എടുത്തത്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമോ അല്ലേ? ഇതൊക്കെ നീ, അതായത് കുഞ്ഞാവേനോട്ടോ ഞാൻ പറയണം. അവൾ ഇനി വലുതാവുമ്പോൾ ഈ വ്ളോഗ് കാണുമ്പോൾ ഇതൊക്കെ ആലോചിക്കും, ചിറ്റ എന്തൊക്കെയാണ് കാട്ടണേന്നൊക്കെ. എന്നിട്ട് ലൈക്ക് എനിക്ക് പേടിയായിട്ടും പാടില്ല. കാര്യം എന്ന് വെച്ചാൽ ആകെ 18 ദിവസമായിട്ടുണ്ടാവുള്ളൂ. കാര്യം കുഞ്ഞാവ് ജനിച്ചത് ഡിസംബർ 1-ാം തീയതി, ഞങ്ങൾ പോയത് ഡിസംബർ 18-ാം തീയതി. എങ്ങനെയുണ്ട്? അതുകൊണ്ട് ഞങ്ങൾ ചേച്ചീനെ വച്ചെന്നപ്പോൾ ഞങ്ങളങ്ങനെ വെച്ച് വീഡിയോസും ഫോട്ടോസും എടുത്തെന്നു മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് എൻ്റെ സിസ്റ്ററും എടുത്തു. അവളും എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് ചേട്ടൻ്റെ സിസ്റ്ററിൻ്റെ മറ്റൊരു മോനും കൂടി വന്നായിരുന്നു, മൂത്ത മോൻ. അവനാണ് ആ യൂണിഫോം ഇട്ട് നിൽക്കണത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. ഇതാണ് ചേട്ടൻ്റെ അമ്മ കേട്ടോ. നമ്മൾ നല്ല കിടിലൻ ഫുഡ് ഉണ്ടാക്കുക ആൻറ്റി. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ നിന്ന് യാത്ര പറയുകയാണ് ചേച്ചിയോടും ആൻറ്റിയോടും. പിന്നെ പിള്ളേരോട് രണ്ടുപേരും യാത്ര പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ചേട്ടൻ കൊണ്ട് ബസ് സ്റ്റോപ്പിലാക്കി. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ് നോക്കി നിന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ബസ് വന്നു. പക്ഷേ ബസ്സിൽ സീറ്റ് ഉണ്ടായില്ല കേട്ടോ. കുറച്ച് പണിയായിരുന്നു. ഈ ബ്ലോക്ക് വൈകുന്നേരം ജോലി കഴിഞ്ഞൊക്കെ വന്ന ടൈമല്ല എല്ലാവരും. അങ്ങനെ പിന്നെ അവിടെ എത്തി നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തന്നെ കടയിൽ കയറി വെള്ളമൊക്കെ കുടിച്ച് നേരെ സ്ട്രെയിറ്റ് ടു ഹോം ആയിരുന്നു. അതിനിടയിൽ റെയിനിന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മുടെ പെറ്റ് ഷോപ്പിൽ കയറി. ഇവൻ്റെ കാട്ടായം കണ്ട ഒരു ഷിറ്റ്സു. എന്നിട്ട് നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ കഥകളി തുടങ്ങി. ഞങ്ങളുടെ റെയിൻകുട്ടൻ്റെ അവൻ കുറേ നേരം ഞങ്ങൾ രണ്ടുപേരും ഇല്ലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ സീരിയൽ കാണായിരുന്നു. ഇത് രണ്ടാമത്തെ പോക്കാട്ടോ. അതായത് നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം അച്ഛനും അമ്മയും, അന്ന് ഞാനും അനിയത്തിയും കൂടെ പോകുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയും ഞങ്ങളുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള ബാക്കി എല്ലാവരും കൂടിയിട്ട് നമ്മൾ പോവാണ്.
ദേവുവാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊച്ചു സുന്ദരി ദേവു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പോവാം. അതിൻ്റെ ഇടയിൽ അച്ഛൻ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അവൾ അച്ഛൻ്റെ ഓട്ടോറിക്ഷയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഓടിക്കാനൊക്കെ നോക്കുക കേട്ടോ. അതാണ് ഈ കാണുന്നത്. വണ്ടിയിൽ ഹനുമാന്റെ ഫോട്ടോ ഉണ്ട്. അപ്പോൾ കൊച്ചു അതൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് പിന്നെയും വണ്ടി ഓടിക്കുവാണ്. അങ്ങനെ നേരെ നമ്മൾ അവരുടെ കാറിന് നേരെ ചേർത്തലയിലേക്ക് പോവുകയാണ്. ഈ പ്രാവശ്യം പോയപ്പോൾ നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങിയത്. സൺഡേ ആയിരുന്നു, വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചെന്നപ്പോഴേക്കും ആൻറ്റിയും അങ്കിളൊക്കെ കിടക്കായിരുന്നു, ചേച്ചിയാണേലും കൊച്ചൊക്കെ കിടക്കായിരുന്നു. നമ്മൾ ചെന്ന് ചേച്ചീനെയൊക്കെ കുത്തി എണീപ്പിച്ച്, വേറെ വഴിയില്ലല്ലോ. എന്നിട്ട് നേരെ ചെന്ന് കഴിയുമ്പോൾ ദേവുവൊക്കെ ഉറക്കത്തിലായിരുന്നു. പിന്നെ ദേവു എണീക്കുമ്പോൾ കുഞ്ഞാവ വന്നിരിക്കുക. എന്നിട്ട് ചേച്ചി ഇപ്പോൾ കാണാം നിൽക്കുന്ന ചേച്ചി. എന്നിട്ട് പിന്നെ നമ്മളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ദേവുവിനിട്ട് വെറുതെ ഇട്ട് ഇങ്ങനെ പ്രാന്തിട്ടിരിക്കുക ചേച്ചി. ദേവു വന്നിട്ട് കുഞ്ഞാവേനെ എൻ്റെ അമ്മ എടുത്തപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഞങ്ങളുടെ കുഞ്ഞാവ. ആളുടെ പേര് ഇപ്പോൾ അങ്ങനെ റിവീൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയാത്തത്. എനിക്കറിയാം പേര്, എനിക്കിഷ്ടമുള്ള പേരാണ്. ആൻഡ് എന്താ പറയുക, പിന്നെ നമ്മളെല്ലാവരും കൂടി അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നേരെ വെള്ളം കുടിക്കാനൊക്കെ പോയി. ഞാനും ദൈവവും കൂടി ആയിട്ടിരുന്നത്. അവളെ തോളത്തിട്ടേക്കണം. നമ്മൾ നേരത്തെ കാണിച്ച അക്കുവില്ലേ, നമ്മുടെ രാജാവ്, അവൻ്റെ ബാഗൊക്കെ തൂക്കി അവൻ്റെ കളിപ്പാട്ടമൊക്കെ ആയിട്ടാണ് ഇവള് നടക്കുന്നത്. അവനുണ്ടായിരുന്നില്ല, അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു. അതിനെ നല്ല രസമായിരുന്നു. അപ്പോൾ ചേച്ചി ഇങ്ങനെ തല്ലണ പോലെയൊക്കെ കാണിച്ച് കൊച്ചിനെ പ്രാന്ത് തെറ്റിക്കുക. ഞാനാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ സ്വയം എന്തിനൊക്കെ വേണ്ടേ, എന്തിനൊക്കെ ക്ലിപ്പ് വേണ്ടേടാ, അല്ലെങ്കിൽ ലോകം ആവൂലല്ലോ. എന്നിട്ട് പിന്നെ നമ്മളവിടെ എല്ലാവരോടും ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഇറങ്ങി. അപ്പോൾ യാത്ര പറയാം. അപ്പോഴേക്കും തന്നെ ചേട്ടൻ വീഡിയോ കോളിൽ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ ദുബായിലാണ്. അപ്പോൾ ചേട്ടന് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.